ഹായ് ഓൾ, നമ്മൾ ഇന്ന് കേരളത്തിലെ ലൈബ്രറി മൂവ്മെൻറ്റ്സിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഇതിൽ വരുന്നതാണ് ഡെവലപ്മെൻറ്റ് ഓഫ് പബ്ലിക് ലൈബ്രറീസ്, കേരള ഗ്രന്ഥശാല സംഘം, കേരള പബ്ലിക് ലൈബ്രറീസ് ആക്ട്, കേരള ലൈബ്രറി അസോസിയേഷൻ. ഇത്രയും ടോപ്പിക്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഒരു കാര്യം, ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങളൊരു ബുക്കോ നോട്ട് പാഡോ അടുത്ത് കരുതുക. ഇതിൽ പറഞ്ഞു പോകുന്ന പോയിൻറ്റ്സും ഒപ്പം എഴുതി പോകാനും ശ്രമിക്കുക. ഞാൻ ഇതിൽ കൊടുത്തിട്ടുള്ളത് നോട്ട്സ് ലൈൻ ബൈ ലൈൻ അല്ല എക്സ്പ്ലെയിൻ ചെയ്തു പോകുന്നത്. ഞാൻ ആ കോൺസെപ്റ്റാണ് എക്സ്പ്ലെയിൻ ചെയ്തു പോകുന്നത് മലയാളത്തിൽ. അപ്പോൾ നിങ്ങൾ എക്സ്പ്ലനേഷൻ കേൾക്കുന്നതിന് മുന്നേ തന്നെ വീഡിയോ പോസ് ചെയ്തിട്ട് ഞാൻ തന്നിരിക്കുന്ന നോട്ട്സ് ഒരു വട്ടം വായിച്ചു നോക്കുക. അതിനുശേഷം എക്സ്പ്ലനേഷൻ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ അത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് സമയം കളയാതെ തന്നെ തുടങ്ങാം. ലൈബ്രറി മൂവ്മെൻറ്റ് ഇൻ കേരള. ആദ്യം ലൈബ്രറി മൂവ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. ഒരു സംസ്ഥാനത്തോ രാജ്യത്തോ ലൈബ്രറികൾ സ്ഥാപിക്കാനും വികസിപ്പിക്കാനും ലൈബ്രറി സേവനങ്ങൾ മെച്ചപ്പെടുത്താനും നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളെയുമാണ് ലൈബ്രറി മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ലൈബ്രറി മൂവ്മെൻറ്റ് ഇൻ കേരളയുടെ മെയിൻ കമ്പോണൻസ് ആണ് ഡെവലപ്മെൻറ്റ് ഓഫ് പബ്ലിക് ലൈബ്രറീസ്, കേരള ഗ്രന്ഥശാല സംഘം ആൻഡ് ഇറ്റ്സ് കോൺട്രിബ്യൂഷൻ, കേരള പബ്ലിക് ലൈബ്രറീസ് ആക്ട് 1989, കേരള ലൈബ്രറി അസോസിയേഷൻ ആൻഡ് ഇറ്റ്സ് കോൺട്രിബ്യൂഷൻ. നെക്സ്റ്റ്, ഡെവലപ്മെൻറ്റ് ഓഫ് പബ്ലിക് ലൈബ്രറീസ് ഇൻ കേരള. കേരളം മോസ്റ്റ് ലിറ്ററേറ്റ് സ്റ്റേറ്റ്സിലൊന്നാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആൻഡ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് സ്ട്രോങ് റീഡിംഗ് കൾച്ചർ, പബ്ലിക് ലൈബ്രറീസ് ഹാവ് ഓൾവേസ് പ്ലേഡ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ സ്റ്റേറ്റ്. കേരളത്തിലെ പബ്ലിക് ലൈബ്രറിയുടെ ചരിത്രം ആരംഭിക്കുന്നത് 1829 ആ വർഷത്തിലാണ് ട്രിവാൻഡ്രം പബ്ലിക് ലൈബ്രറി, അതായത് ഇന്നത്തെ സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറി എസ്റ്റാബ്ലിഷ്ഡ് ആയത്. കേരളത്തിലെ ഫസ്റ്റ് പബ്ലിക് ലൈബ്രറി ആണ് ട്രിവാൻഡ്രം പബ്ലിക് ലൈബ്രറി. അതിനുശേഷം കേരളത്തിലെ ലൈബ്രറികളുടെ എണ്ണം ക്രമേണ വർദ്ധിച്ചു വന്നു. ഇന്ന് കേരളത്തിൽ ഏകദേശം 8,000-ലധികം പബ്ലിക് ലൈബ്രറീസിൻ്റെ നെറ്റ്വർക്ക്സ് തന്നെ ഉണ്ട്. കേരള സ്റ്റേറ്റ് ഫോം ചെയ്യുന്നതിന് മുന്നേ 3 റീജിയൻസ് ആയിട്ടായിരുന്നു ഡിവൈഡ് ചെയ്തിരുന്നത്: ട്രാവൻകൂർ, കൊച്ചിൻ, മലബാർ. നെക്സ്റ്റ്, ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് ഓഫ് പബ്ലിക് ലൈബ്രറീസ് ഇൻ ട്രാവൻകൂർ, കൊച്ചിൻ ആൻഡ് മലബാർ. ആദ്യം നമുക്ക് ട്രാവൻകൂർ നോക്കാം. ട്രാവൻകൂറിൽ പബ്ലിക് ലൈബ്രറി മൂവ്മെൻറ്റിന് തുടക്കമായി കാണുന്നത് 1829 ട്രിവാൻഡ്രം പബ്ലിക് ലൈബ്രറിയുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റോട് കൂടെയാണ്. മുന്നേ മെൻഷൻ ചെയ്ത പോലെ ഇറ്റ് ഈസ് ദ ഫസ്റ്റ് പബ്ലിക് ലൈബ്രറി ഇൻ കേരള. ഇനി ഇതുമായി റിലേറ്റഡായി 2 പേഴ്സണാലിറ്റീസിനെ ഓർത്തു വയ്ക്കേണ്ടതുണ്ട്. ഫസ്റ്റ്, കേണൽ എഡ്വേർഡ് കഡോഗൻ. ട്രിവാൻഡ്രം പബ്ലിക് ലൈബ്രറിയുടെ കളക്ഷൻ ബിൽഡ് ചെയ്യുകയും ലൈബ്രറി ഓർഗനൈസ് ചെയ്യുകയും ചെയ്തത് അദ്ദേഹമാണ്. പിന്നീട് ലൈബ്രറിയുടെ മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ ഫസ്റ്റ് പ്രസിഡൻ്റായും സെർവ് ചെയ്തിരുന്നു. സെക്കൻഡ്, മഹാരാജ സ്വാതി തിരുനാൾ രാമവർമ്മ. ലൈബ്രറി എസ്റ്റാബ്ലിഷ് ചെയ്ത സമയത്ത് ട്രാവൻകൂറിൻ്റെ കിങ് അല്ലെങ്കിൽ റൂളർ ആയിരുന്നു അദ്ദേഹം. അതായത് ട്രിവാൻഡ്രം പബ്ലിക് ലൈബ്രറി സ്വാതി തിരുനാളിൻ്റെ റെയിനിലാണ് സ്ഥാപിക്കപ്പെട്ടത്. ട്രിവാൻഡ്രം പബ്ലിക് ലൈബ്രറി സ്ഥാപിച്ച സമയത്ത് ഇത് എല്ലാവർക്കും ആക്സസിബിൾ ആയിരുന്നില്ല. ലൈബ്രറിയിൽ ആകെ ആക്സസ് ലഭിച്ചിരുന്നത് എലീറ്റ് മെമ്പേഴ്സിനാണ്, സമൂഹത്തിൽ ഉയർന്ന പൊസിഷൻസിലുള്ള ആളുകൾക്കായിരുന്നു. പിന്നീട് 1898 ഈ ലൈബ്രറി പബ്ലിക്കിന് വേണ്ടി തുറന്നു കൊടുക്കുന്നത്. അതോടെയാണ് ഇത് ട്രിവാൻഡ്രം പീപ്പിൾസ് ലൈബ്രറി എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. അടുത്ത ഇമ്പോർട്ടൻ്റ് ലാൻഡ്മാർക്ക് 1858 ആ വർഷമാണ് കോട്ടയം പബ്ലിക് ലൈബ്രറി എസ്റ്റാബ്ലിഷ്ഡ് ആയത്. നെക്സ്റ്റ്, 1945 ട്രാവൻകൂറിലെ പബ്ലിക് ലൈബ്രറീസിനെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലൈബ്രറി ഓർഗനൈസേഷൻ രൂപീകരിച്ചത്. അതാണ് ഓൾ ട്രാവൻകൂർ ഗ്രന്ഥശാല സംഘം. ഈ ഓർഗനൈസേഷനാണ് പിന്നീട് കേരളത്തിലെ ലൈബ്രറി മൂവ്മെൻറ്റിനെ സ്ട്രെങ്തൻ ചെയ്യാൻ ഇമ്പോർട്ടൻ്റ് റോൾ പ്ലേ ചെയ്തത്. ഇതിനെപ്പറ്റി വരുന്ന ഭാഗത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സെക്കൻഡ്, കൊച്ചിൻ റീജിയനിലെ പബ്ലിക് ലൈബ്രറി മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1870 എറണാകുളം പബ്ലിക് ലൈബ്രറിയുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റോട് കൂടെ. ഇത് കൊച്ചിനിലെ ഫസ്റ്റ് മേജർ പബ്ലിക് ലൈബ്രറിയായി കണക്കാക്കപ്പെടുന്നു. അതിനുശേഷം 1873 തൃശ്ശൂർ പബ്ലിക് ലൈബ്രറി എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നത്. നെക്സ്റ്റ് ലാൻഡ്മാർക്ക് 1926 1926 കൊച്ചിൻ ഗവൺമെൻറ് തൻ്റെ എഡ്യൂക്കേഷൻ എക്സ്റ്റൻഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായി വില്ലേജ് ലൈബ്രറീസ് സ്ഥാപിക്കാൻ തുടങ്ങിയത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു മാറ്റമായിരുന്നു. കാരണം അതുവരെ ലൈബ്രറികളുടെ വളർച്ച മെയിൻലി ഇൻഡിവിജ്വൽസിൻ്റെയും ഓരോ ഓർഗനൈസേഷൻ്റെയും എഫേർട്സിലൂടെ ആയിരുന്നു.
എന്നാൽ 1926 മുതൽ കൊച്ചിൻ ഗവൺമെൻറ് ബിഗാൻ ടു ഡയറക്റ്റ്ലി സപ്പോർട്ട് ദി ഡെവലപ്മെൻറ്റ് ഓഫ് റൂറൽ ലൈബ്രറീസ്. നെക്സ്റ്റ് വരുന്നത് മലബാർ. ട്രാവൻകൂർ, കൊച്ചിൻ എന്നിവയുമായി കമ്പയർ ചെയ്യുമ്പോൾ മലബാറിലെ ലൈബ്രറി മൂവ്മെൻറ്റ് കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് ഡെവലപ്പ് ചെയ്തത്. മലബാറിൽ ലൈബ്രറീസിൻ്റെ ഡെവലപ്മെൻറ്റ് ഗവൺമെൻറ്റിൻ്റെ ഗൈഡൻസിലൂടെ അല്ല, മറിച്ച് വിവിധ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ്സിൻ്റെ ഇൻഫ്ലുവൻസിലൂടെയാണ് വന്നത്. അതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയതാണ് ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ്, വെസൻ മൂവ്മെൻറ്റ്സ്, സോഷ്യൽ റിഫോം ആക്ടിവിറ്റീസ്, റീഡിംഗ് റൂം മൂവ്മെൻറ്റ്. ഈ മൂവ്മെൻറ്റ്സിൽ ആളുകളിൽ വായനാശീലം, സാമൂഹിക ബോധം, നാഷണൽ കോൺഷ്യസ്നെസ് എന്നിവ വളർത്താൻ സഹായിച്ചു. ആസ് എ റിസൾട്ട് മലബാറിൽ നിരവധി ലൈബ്രറീസും റീഡിംഗ് റൂംസും എസ്റ്റാബ്ലിഷ്ഡായി. മലബാറിലെ റൂറൽ ലൈബ്രറീസും റീഡിംഗ് റൂംസും ബുക്സ് വായിക്കാൻ മാത്രമുള്ള ഒരു സ്ഥലമായിട്ടല്ല പ്രവർത്തിച്ചിരുന്നത്. അത് പലവിധ ഇമ്പോർട്ടൻ്റ് ആക്ടിവിറ്റീസിൻ്റെ സെൻറ്ററുമായിരുന്നു. എക്സാമ്പിൾ, ആളുകൾ ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് മാഗസീൻസ് വായിക്കാൻ എത്താറുണ്ടായിരുന്നു. പൊളിറ്റിക്കൽ അവയർനെസ്സസ് റേസ് ചെയ്യാനുള്ള സെൻറ്റേഴ്സ് ആയിരുന്നു. നാഷണലിസ്റ്റ് ആക്ടിവിറ്റീസ്, അതായത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കും ലൈബ്രറീസ് വെന്യൂസ് ആയിരുന്നു. കൂടാതെ സോഷ്യൽ എഡ്യൂക്കേഷൻ ഓർ സ്പ്രെഡിംഗ് എഡ്യൂക്കേഷനും അവയർനെസ്സും പ്രചരിപ്പിക്കുന്നതിലും റീഡിംഗ് റൂംസ് വലിയ റോൾ പ്ലേ ചെയ്തിരുന്നു. മലബാർ റീജിയനിലെ ലൈബ്രറി മൂവ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ലാൻഡ്മാർക്കാണ് 1890. കാലിക്കറ്റ് പബ്ലിക് ലൈബ്രറി എസ്റ്റാബ്ലിഷ്ഡ് ആയത്. നെക്സ്റ്റ് മൈൽ സ്റ്റോൺ 1901 തലശ്ശേരി വിക്ടോറിയ മെമ്മോറിയൽ ലൈബ്രറി എസ്റ്റാബ്ലിഷ്ഡായി. തലശ്ശേരി വിക്ടോറിയ മെമ്മോറിയൽ ലൈബ്രറി പിന്നീട് ആസാദ് മെമ്മോറിയൽ ലൈബ്രറി എന്ന് റീനെയിം ചെയ്യപ്പെട്ടു. നെക്സ്റ്റ് 1927 കണ്ണൂർ പബ്ലിക് ലൈബ്രറി സ്ഥാപിക്കപ്പെട്ടു. പിന്നീട് ഇത് നോർത്ത് മലബാറിലെ പ്രധാന പബ്ലിക് ലൈബ്രറീസിൽ ഒന്നായി മാറി. ഇനി മറ്റൊരു പ്രധാന സംഭവം 1937 ആ വർഷം ഫസ്റ്റ് മലബാർ വായനശാല സമ്മേളനം കോഴിക്കോട് വെച്ച് നടത്തി. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിച്ചത് കെ കേളപ്പനായിരുന്നു. മലബാർ വായനശാല സംഘത്തിൻ്റെ ഫോർമേഷന് വഴിയൊരുക്കിയത് ഈ സമ്മേളനത്തിലൂടെയായിരുന്നു. അമാൽഗമേഷൻ ഓഫ് ട്രാവൻകൂർ, കൊച്ചിൻ ആൻഡ് മലബാർ, അതായത് 3 റീജിയൻസിൻ്റെയും യൂണിഫിക്കേഷൻ. 1945 ഓൾ ട്രാവൻകൂർ ഗ്രന്ഥശാല സംഘം എസ്റ്റാബ്ലിഷ്ഡ് ആയത്. 1949 ട്രാവൻകൂർ, കൊച്ചിൻ നാട്ടുരാജ്യങ്ങളുടെ പൊളിറ്റിക്കൽ മെർജറിനെ തുടർന്ന് ട്രാവൻകൂർ ഗ്രന്ഥശാല സംഘം എന്ന പേര് തിരുക്കൊച്ചി ഗ്രന്ഥശാല സംഘം എന്നാക്കി മാറ്റിയത്. പിന്നീട് 1956 കേരളം രൂപീകരിക്കപ്പെട്ടു. ട്രാവൻകൂർ, കൊച്ചിൻ, മലബാർ എന്ന ഈ 3 പ്രദേശങ്ങളും കെയിം ടുഗെദർ ടു ഫോം ദ കേരള സ്റ്റേറ്റ്. അതോടെ തിരുക്കൊച്ചി ഗ്രന്ഥശാല സംഘം റീഓർഗനൈസ് ചെയ്ത് കേരള ഗ്രന്ഥശാല സംഘം എന്ന പേരിൽ പ്രവർത്തനം തുടർന്നു. കേരള ഗ്രന്ഥശാല സംഘം ഫോർമേഷൻ. 1945 ഓൾ ട്രാവൻകൂർ ഗ്രന്ഥശാല സംഘം എസ്റ്റാബ്ലിഷ്ഡ് ആയത്. ഇത് 47 റൂറൽ ലൈബ്രറീസ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആരംഭിച്ചത്. ആ ഓർഗനൈസേഷൻ്റെ സ്ലോഗനായിരുന്നു റീഡ് ആൻഡ് ഗ്രോ, വായിച്ചു വളരുക. കേരളത്തിൽ ഒരു ഓർഗനൈസ്ഡ് ലൈബ്രറി മൂവ്മെൻറ്റ് ആരംഭിക്കണം എന്ന എയിമോട് കൂടെ 47 ലൈബ്രറീസിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ആലപ്പുഴയിലെ PK മെമ്മോറിയൽ ലൈബ്രറിയിൽ മീറ്റിങ്ങിനായി ഒത്തുകൂടി. ഈ മീറ്റിങ്ങിന് നേതൃത്വം നൽകിയത് PN പണിക്കരായിരുന്നു. PN പണിക്കർ എന്ന് പറയുമ്പോൾ നമുക്ക് 2-3 കാര്യങ്ങൾ കൂടെ ഒപ്പം ഓർത്തു വെക്കേണ്ടതുണ്ട്. PN പണിക്കറിനെ ഫാദർ ഓഫ് ലൈബ്രറി ആൻഡ് ലിറ്ററസി മൂവ്മെൻറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഫാദർ ഓഫ് ലൈബ്രറി മൂവ്മെൻറ്റ് ഇൻ കേരള എന്ന് ചോദിച്ചാലും ഫാദർ ഓഫ് ലൈബ്രറി ആൻഡ് ലിറ്ററസി മൂവ്മെൻറ്റ് ഇൻ കേരള എന്ന് ചോദിച്ചാലും PN പണിക്കരാണ് എഴുതേണ്ടത്. അദ്ദേഹത്തിൻ്റെ ചരമദിനമായ ജൂൺ 19 നാഷണൽ റീഡിംഗ് ഡേ ആയി ആചരിക്കുന്നത്. 1977 സ്റ്റേറ്റ് ഗവൺമെൻറ് പബ്ലിക് ലൈബ്രറി നെറ്റ്വർക്ക് ഏറ്റെടുത്തതിന് ശേഷം PN പണിക്കർ കാൻഫെഡ് എന്ന ഓർഗനൈസേഷൻ സ്ഥാപിച്ചു. കേരള അസോസിയേഷൻ ഫോർ നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്, അതാണ് കാൻഫെഡ്. ഇറ്റ് വാസ് ടു പ്രൊമോട്ട് നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ ആൻഡ് ലിറ്ററസി ആക്ടിവിറ്റീസ്. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാം. നെക്സ്റ്റ്, ഗ്രോത്ത്. 1949 ട്രാവൻകൂറും കൊച്ചിനും മെർജ് ചെയ്ത ശേഷം ഓൾ ട്രാവൻകൂർ ഗ്രന്ഥശാല സംഘം എന്ന പേര് തിരുക്കൊച്ചി ഗ്രന്ഥശാല സംഘം എന്നാക്കി മാറ്റി. അബൌട്ട് 350 ലൈബ്രറീസ് ആ സമയത്ത് അഫിലിയേറ്റഡ് ആയി. 1956 കേരള സ്റ്റേറ്റ് രൂപീകരിക്കപ്പെട്ടു. ട്രാവൻകൂർ, കൊച്ചിൻ, മലബാർ എന്ന ഈ 3 പ്രദേശങ്ങളും ഒന്നിച്ചാണ് കേരള സ്റ്റേറ്റ് എക്സിസ്റ്റൻസിലേക്ക് വന്നത്.
അതോടെ തിരുക്കൊച്ചി ഗ്രന്ഥശാല സംഘം റീഓർഗനൈസ് ചെയ്ത് കേരള ഗ്രന്ഥശാല സംഘം എന്ന പേരിൽ ഫംഗ്ഷനും കണ്ടിന്യൂ ചെയ്തു. കോൺട്രിബ്യൂഷൻ ഓഫ് കേരള ഗ്രന്ഥശാല സംഘം ഇൻ ദ ടോട്ടൽ ലിറ്ററസി ക്യാമ്പയിൻ. മേജർ കോൺട്രിബ്യൂഷൻസ്. പാർട്ടിസിപ്പേഷൻ ഇൻ ദ അഡൾട്ട് ലിറ്ററസി പ്രോജക്റ്റ് 1970-71. കേരള ഗ്രന്ഥശാല സംഘം 1970-71 കാലഘട്ടത്തിൽ സെൻട്രൽ ഗവൺമെൻറ് സ്പോൺസർ ചെയ്ത അഡൾട്ട് ലിറ്ററസി പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്തു. അതിൻ്റെ പൈലറ്റ് പ്രോജക്റ്റ് ലോഞ്ച് ചെയ്തത് ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിൽ അതിയന്നൂർ ബ്ലോക്കിലും മലപ്പുറം ഡിസ്ട്രിക്റ്റിലുമാണ്. നെക്സ്റ്റ്, പബ്ലിക് അവയർനെസ്. ഒരു ലിറ്ററസി പ്രോഗ്രാം സക്സസ്ഫുൾ ആവണമെങ്കിൽ ആദ്യം ആളുകളിൽ അതിനെപ്പറ്റിയുള്ള അവയർനെസ് ഉണ്ടാവണം. അതുകൊണ്ട് കേരള ഗ്രന്ഥശാല സംഘം വില്ലേജസിൽ പബ്ലിക് അവയർനെസ് പ്രോഗ്രാംസ് ഓർഗനൈസ് ചെയ്തിരുന്നു. ലിറ്ററസിയുടെ പ്രാധാന്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തി പഠിക്കാൻ, വായിക്കാനും എഴുതാനും ഒക്കെ അവസരം ലഭിക്കാതിരുന്ന മുതിർന്നവരെ ലിറ്ററസി ക്ലാസ്സസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ എൻകറേജും ചെയ്തിരുന്നു. നെക്സ്റ്റ്, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ലേണിംഗ് സെൻറ്റേഴ്സ്. തിരഞ്ഞെടുത്ത പ്രദേശങ്ങളിൽ ലേണിംഗ് സെൻറ്റേഴ്സ് ആരംഭിച്ചു. ഈ സെൻറ്റേഴ്സിലാണ് അഡൽട്ട് ലേണേഴ്സിന് റെഗുലർലി ലിറ്ററസി ക്ലാസ്സസ് നടത്തിയിരുന്നത്. നെക്സ്റ്റ്, ട്രെയിനിങ് ഓഫ് വോളണ്ടിയേഴ്സ്. ഇത്രയും വലിയൊരു ക്യാമ്പയിനിന് വോളണ്ടിയേഴ്സിനെ ആവശ്യമായിരുന്നു. അതുകൊണ്ട് കേരള ഗ്രന്ഥശാല സംഘം ട്രെയിനിങ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്തു. അതുവഴി ലിറ്ററസി വോളണ്ടിയേഴ്സിനും ക്യാമ്പയിൻ വർക്കേഴ്സിനും പ്രോമിനൻറ്റ് സ്കോളേഴ്സിൻ്റെയും എഡ്യൂക്കേഷണലിസ്റ്റിൻ്റെയും ലീഡർഷിപ്പിൽ ട്രെയിനിങ് കൊടുത്തു. നെക്സ്റ്റ്, കണ്ടക്റ്റഡ് ലിറ്ററസി മാർച്ച്. നവംബർ 14-15 തീയതികളിലാണ് സംഘം ലിറ്ററസി മാർച്ച് കണ്ടക്ട് ചെയ്തത്. ഇതിൻ്റെ മെയിൻ പർപ്പസ് അല്ലെങ്കിൽ എയിം എന്ന് പറയുന്നത് ലിറ്ററസിയുടെ മെസ്സേജ് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എന്നായിരുന്നു. 1971 ലിറ്ററസി മാർച്ച് കണ്ടക്ട് ചെയ്തത്. അതർ കോൺട്രിബ്യൂഷൻ ടു ദി ഗ്രോത്ത് ഓഫ് ലൈബ്രറി മൂവ്മെൻറ്റ്. എക്സ്പാൻഷൻ ഓഫ് റൂറൽ ലൈബ്രറീസ്, റൂറൽ പബ്ലിക് ലൈബ്രറീസ്. കേരള ഗ്രന്ഥശാല സംഘം കേരളത്തിലുടനീളം റൂറൽ പബ്ലിക് ലൈബ്രറീസ് എക്സ്പാൻഡ് ചെയ്യാൻ ഗ്രേറ്റ് എഫേർട്സ് എടുത്തിട്ടുണ്ട്. അന്നത്തെ കാലത്ത് റൂറൽ ഏരിയാസിൽ ലൈബ്രറീസ് വളരെ കുറവായിരുന്നു. അതുകൊണ്ട് പുതിയ ലൈബ്രറീസ് ആരംഭിക്കാനും നിലവിലുള്ള ലൈബ്രറീസ് സ്ട്രെങ്തൻ ചെയ്യാനും ഗ്രന്ഥശാല സംഘം നേതൃത്വം നൽകി. നെക്സ്റ്റ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗവൺമെൻറ് ഗ്രാൻഡ്സ്. അടുത്തത്, ഹെൽപ്പിംഗ് ലൈബ്രറീസ് ബിൽഡ് ദെയർ ഓൺ ബിൽഡിംഗ് ആൻഡ് അറേഞ്ച് ഫർണിച്ചർ. നെക്സ്റ്റ്, ട്രെയിനിങ് ലൈബ്രറിയൻസ് ടു ഇംപ്രൂവ് ലൈബ്രറി സർവീസസ്. നെക്സ്റ്റ്, പ്രൊമോഷൻ ഓഫ് റീഡിംഗ് ഹാബിറ്റ്സ്. നെക്സ്റ്റ്, പ്രൊമോട്ടിംഗ് മലയാളം ലിറ്ററേച്ചർ. മലയാളം ബുക്സ്, റൈറ്റേഴ്സ്, റീഡിംഗ് കൾച്ചർ എന്നിവ പബ്ലിക്കിലേക്ക് എത്തിക്കാൻ വേരിയസ് പ്രോഗ്രാംസും ആക്ടിവിറ്റീസും സംഘം കണ്ടക്ട് ചെയ്തിരുന്നു. നെക്സ്റ്റ്, കണ്ടക്ടിംഗ് പബ്ലിക് മീറ്റിംഗ്സ്, സെമിനാർസ് ആൻഡ് വർക്ക്ഷോപ്സ് ടു പ്രൊമോട്ട് ദ ലൈബ്രറി മൂവ്മെൻറ്റ് അക്രോസ് ദ സ്റ്റേറ്റ്. ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് പറയാൻ പോകുന്നത്, റെക്കഗ്നിഷൻ. കേരള ഗ്രന്ഥശാല സംഘം ലൈബ്രറി മൂവ്മെൻറ്റിലും ലിറ്ററസി പ്രൊമോഷനിലും നൽകിയ മികച്ച സംഭാവനകൾക്ക് ഇൻ്റർനാഷണൽ ലെവലിൽ അംഗീകാരം ലഭിച്ചു. അതിൻ്റെ ഭാഗമായി 1975 യുനെസ്കോ ക്രൂപ്സ്കായ അവാർഡ് ഈ ഓർഗനൈസേഷന് ലഭിച്ചു. ഈ അവാർഡിന് ക്രൂപ്സ്കായ അവാർഡ് എന്ന പേര് നൽകിയിരിക്കുന്നത് റഷ്യൻ എഡ്യൂക്കേഷൻ ആക്ടിവിസ്റ്റായ നദേഷ്ദ ക്രൂപ്സ്കായയുടെ മെമ്മറിയിലാണ്. കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ ഗ്രോത്തിൽ 1956 വരെയാണ് പറഞ്ഞു നിർത്തിയത്. കേരള സ്റ്റേറ്റിൻ്റെ ഫോർമേഷൻ 1956 നവംബർ 1 1956 സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് പ്രകാരമാണ് കേരള സ്റ്റേറ്റ് ഫോം ചെയ്തത്. ട്രാവൻകൂർ, കൊച്ചിൻ, മലബാർ എന്ന 3 റീജിയൻസ് ആയിരുന്നു ഉണ്ടായത്. അതിൻ്റെ കൂടെ ഒരു റീജിയൻ കൂടെ ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടു, കാസർഗോഡ് റീജിയൻ. സെക്കൻഡ് ഡ്രാഫ്റ്റ് ബൈ ഡോക്ടർ എസ്.ആർ. രംഗനാഥൻ. സ്റ്റേറ്റ് ഫോർമേഷന് ശേഷം മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട് ഡോക്ടർ എസ്.ആർ. രംഗനാഥനോട് കേരളത്തിനായി ഒരു പബ്ലിക് ലൈബ്രറി ബില്ല് പ്രിപ്പയർ ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്തു. അതനുസരിച്ച് ഡോക്ടർ എസ്.ആർ. രംഗനാഥൻ ഒരു പുതിയ ഡ്രാഫ്റ്റ് ബില്ല് തയ്യാറാക്കി. ഈ ഡ്രാഫ്റ്റ് ഗവൺമെൻറ് പൊതുജനങ്ങളുടെ അഭിപ്രായം തേടുന്നതിനായി പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. എന്നാൽ ആ ബില്ല് നിയമസഭയിൽ അവതരിപ്പിച്ച് നിയമമാക്കുന്നതിന് മുമ്പ് തന്നെ EMS നമ്പൂതിരിപ്പാടിൻ്റെ മിനിസ്ട്രി ഡിസ്മിസ് ചെയ്യപ്പെട്ടു. ദെർഫോർ ബിൽ ലാപ്സ്ഡായി. കേരള ഗ്രന്ഥശാല സംഘംസ് ഡ്രാഫ്റ്റ് 1960. രംഗനാഥൻ്റെ ഡ്രാഫ്റ്റ് ബില്ല് ലാപ്സായെങ്കിലും പബ്ലിക് ലൈബ്രറി ആക്ട് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ അവിടെ അവസാനിച്ചില്ല.
1960 കേരള ഗ്രന്ഥശാല സംഘം ഇറ്റ്സ് ഓൺ പബ്ലിക് ലൈബ്രറി ബില്ല് തയ്യാറാക്കി ഗവൺമെൻറ്റിന് സബ്മിറ്റ് ചെയ്തു. അതായത് അവരുടെ ഓൺ പബ്ലിക് ലൈബ്രറി ബില്ല് തയ്യാറാക്കി ഗവൺമെൻറ്റിന് സബ്മിറ്റ് ചെയ്തു. ഇങ്ങനെ പുതിയ ഡ്രാഫ്റ്റ് തയ്യാറാക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ അഭിപ്രായത്തിൽ ഡോക്ടർ എസ്.ആർ. രംഗനാഥൻ്റെ ഡ്രാഫ്റ്റിലുള്ള ചില പ്രൊവിഷൻസ്, അതായത് ചില വ്യവസ്ഥകൾ കേരളത്തിലെ ലൈബ്രറി മൂവ്മെൻറ്റിൻ്റെ സ്പെസിഫിക് സർക്കംസ്റ്റാൻസസുകൾക്ക് കൂടുതൽ സ്യൂട്ടബിൾ ആക്കേണ്ടതുണ്ടായിരുന്നു. അതാണ് സംഘം പ്രിപ്പയർഡ് അനദർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞത്. നെക്സ്റ്റ്, ഗവൺമെൻറ് ടേക്ക് ഓവർ ഓഫ് കേരള ഗ്രന്ഥശാല സംഘം 1977 കേരള ഗ്രന്ഥശാല സംഘം ടേക്കിംഗ് ഓവർ മാനേജ്മെൻറ്റ് ആക്ട് പാസ്സാക്കി. കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ മാനേജ്മെൻറ്റ് ഗവൺമെൻറ് ഏറ്റെടുത്തു. കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ പ്രോപ്പർ അഡ്മിനിസ്ട്രേഷനും ഫങ്ഷനിങ്ങും എൻഷുർ ചെയ്യാനാണ് ഗവൺമെൻറ് ഏറ്റെടുത്തത്. മാനേജ്മെൻറ്റ് ഏറ്റെടുത്തതിന് ശേഷം സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ ബോർഡ് ഓഫ് കൺട്രോൾ എന്നൊരു സമിതി രൂപീകരിച്ചു. ഈ ബോർഡ് ഓഫ് കൺട്രോളിൻ്റെ ചെയർമാൻ അന്നത്തെ എഡ്യൂക്കേഷണൽ മിനിസ്റ്റർ ആയിരുന്നു CH മുഹമ്മദ് കോയ. 1977 ഗവൺമെൻറ് ടേക്ക് ഓവർ നടന്ന സമയത്ത് കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ കീഴിൽ ഏകദേശം 4200 അഫിലിയേറ്റഡ് ലൈബ്രറീസ് ഉണ്ടായിരുന്നു. ഈ ബോർഡ് ഓഫ് കൺട്രോൾ തന്നെയാണ് പിന്നീട് 1989 വരെ സംഘത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടീസ് നിർവഹിച്ചത്. 1989 കേരള പബ്ലിക് ലൈബ്രറീസ് കേരള ഗ്രന്ഥശാല സംഘം ആക്ട് നിലവിൽ വന്നതോടെ ആണ് കൂടുതൽ സ്റ്റാറ്റുറ്റോറിയും ഡെമോക്രാറ്റിക്കുമായ പുതിയ ലൈബ്രറി സിസ്റ്റം നിലവിൽ വന്നത്. അതിനുശേഷമാണ് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ എന്ന കറണ്ട് സിസ്റ്റത്തിലേക്ക് മാറിയത്. കേരള പബ്ലിക് ലൈബ്രറീസ് ആക്ട് 1989 കേരളത്തിൻ്റെ പബ്ലിക് ലൈബ്രറീസിൻ്റെ ഡെവലപ്മെൻറ്റ് ഹിസ്റ്ററിയിലെ ഒരു മൈൽ സ്റ്റോൺ ആണ് കേരള പബ്ലിക് ലൈബ്രറീസ് ആക്ടിൻ്റെ എനാക്ട്മെൻറ്റ്. ഈ നിയമം നിലവിൽ വരുന്നതിന് മുമ്പ് കേരളത്തിലെ പബ്ലിക് ലൈബ്രറീസിന് ഒരു സമഗ്രമായ ലോ കൊണ്ടുവരാൻ നിരവധി ശ്രമങ്ങൾ നടന്നിരുന്നു. അതായത് കോംപ്രിഹെൻസീവായ ഒരു ലോ കൊണ്ടുവരാൻ നിരവധി ശ്രമങ്ങൾ നടന്നിരുന്നു. വർഷങ്ങളായുള്ള ഈ ശ്രമങ്ങൾക്കൊടുവിലാണ് പബ്ലിക് ലൈബ്രറീസ് ബില്ല് കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അവതരിപ്പിക്കപ്പെട്ടത്. 1989 ഫെബ്രുവരി 23 കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി ഈ ബില്ല് ഏകകണ്ഠമായി പാസ്സാക്കി. അതിനുശേഷം 1989 മെയ് 16 ഈ ബില്ലിന് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ സമ്മതം ലഭിച്ചു. പ്രസിഡന്റിൻ്റെ അംഗീകാരം ലഭിച്ചതോടെ കേരള പബ്ലിക് ലൈബ്രറീസ് കേരള ഗ്രന്ഥശാല സംഘം ആക്ട് 1989 ആക്ട് ഓഫ് 1989 നിലവിൽ വന്നു. പർപ്പസ് ഓഫ് ആക്ട്: ബ്രിങ് ഓൾ പബ്ലിക് ലൈബ്രറീസ് അണ്ടർ വൺ ലോ. കേരളത്തിലെ എല്ലാ പബ്ലിക് ലൈബ്രറീസിനെയും ഒരൊറ്റ നിയമത്തിൻ്റെ കീഴിൽ കൊണ്ടുവരിക. രണ്ടാമത്തെ, റൂറലും അർബനുമായ ലൈബ്രറി സർവീസസ് സ്ട്രെങ്തൻ ചെയ്യുക. തേർഡ്, reorganize the Kerala Granthashala Sangham into democratic public library system. Next, promote the library movement throughout Kerala. Public libraries inde management, funding, affiliation, development എന്നിവ efficient ആയി നടത്തുന്നതിനായി 3-tier administrative system ഫോം ചെയ്തിരുന്നു. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ, ഡിസ്ട്രിക്ട് ലൈബ്രറി കൗൺസിൽസ്, താലൂക്ക് ലൈബ്രറി കൗൺസിൽസ്. ഇനി 3-tier അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ നോക്കാം. ഈ ആക്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചറാണ് 3-tier അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം. അക്കോർഡിംഗ് ടു ദിസ് ലോ കേരളത്തിലെ പബ്ലിക് ലൈബ്രറി സിസ്റ്റം ഒരു 3-tier സ്ട്രക്ചർ അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നത്. 3-tier എന്ന് പറയുന്നത് 3 തലങ്ങളിലുള്ള ഭരണ സംവിധാനം എന്നാണ് അർത്ഥം. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ, ഡിസ്ട്രിക്ട് ലൈബ്രറി കൗൺസിൽസ്, താലൂക്ക് ലൈബ്രറി കൗൺസിൽസ്.
ഈ 3 ടയേഴ്സിന് താഴെയാണ് അഫിലിയേറ്റഡ് ലൈബ്രറീസ് പ്രവർത്തിക്കുന്നത്. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ എന്നത് കേരളത്തിലെ പബ്ലിക് ലൈബ്രറി സിസ്റ്റമിൻ്റെ ഏറ്റവും ഉയർന്ന അപ്പെക്സ് ഓർഗനൈസേഷനാണ്. ഈ കൗൺസിലിൻ്റെ മെയിൻ റെസ്പോൺസിബിലിറ്റി സ്റ്റേറ്റിലെ പബ്ലിക് ലൈബ്രറീസിൻ്റെ മാനേജ്മെൻറ്റ്, കോർഡിനേഷൻ, ഡെവലപ്മെൻറ്റ് എന്നിവ ഉറപ്പാക്കുക എന്നാണ്. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ കേരള ഗവൺമെൻറ് അണ്ടർ ദ കേരള പബ്ലിക് ലൈബ്രറീസ് കേരള ഗ്രന്ഥശാല സംഘം ആക്ട്. ഈ കൗൺസിലിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഓഫീസറാണ് സെക്രട്ടറി. സെക്രട്ടറിയെ കൗൺസിലിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് അതോറിറ്റി എന്നാണ് വിളിക്കുന്നത്. ഫസ്റ്റ്, കൗൺസിലിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് സെക്രട്ടറിയാണ്. കൗൺസിലെടുത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതും സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നിയമപരമായ കാര്യങ്ങളിൽ കൗൺസിലിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതും സെക്രട്ടറി തന്നെയാണ്. കൗൺസിൽ ഇൻക്ലൂഡ്സ് സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൽ ഓരോ താലൂക്കിൽ നിന്നും ഒരു മെമ്പർ ഉണ്ടായിരിക്കും. ഈ മെമ്പറിനെ ഡിസ്ട്രിക്ട് ലൈബ്രറി കൗൺസിലിൻ്റെ ജനറൽ ബോഡിയാണ് എലക്ട് ചെയ്യുന്നത്. പിന്നെ ഗവൺമെൻറ് നോമിനീസ്, അടുത്തത് സീനിയർ ഗവൺമെൻറ് ഒഫീഷ്യൽസ്, പിന്നെ ഭരണം കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി. ഇനി ഇതിൻ്റെ ഫങ്ഷൻസാണ് പറയുന്നത്. ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നാൽ മതി, മോർ ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടതില്ല. അതുകൊണ്ടാണ് ഇനി പറയുന്ന ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഇതിൻ്റെ മെയിൻ ഫങ്ഷൻസാണ്: അഡ്വൈസസ് ദ ഗവൺമെൻറ് ഓൺ ലൈബ്രറി മാറ്റേഴ്സ്, കോർഡിനേറ്റ്സ് ഡിസ്ട്രിക്ട് ആൻഡ് താലൂക്ക് ലൈബ്രറി കൗൺസിൽസ്, സൂപ്പർവൈസസ് ലൈബ്രറി സർവീസസ് ത്രൂ ഔട്ട് കേരള, develops an integrated library system, establishes state libraries and children's libraries, organizes children's section in libraries, trains librarians and library staff, promotes reading habits and library development, preserves cultural records, provides mobile library services, seeks financial assistance for library projects. അടുത്തത് ഡിസ്ട്രിക്ട് ലൈബ്രറി കൗൺസിൽ. കേരളത്തിലെ ഓരോ ജില്ലയിലും ഒരു ഡിസ്ട്രിക്ട് ലൈബ്രറി കൗൺസിൽ ഉണ്ടായിരിക്കും. ഈ കൗൺസിലിൻ്റെ മെയിൻ റെസ്പോൺസിബിലിറ്റി ആ ജില്ലയുടെ പബ്ലിക് ലൈബ്രറി സർവീസസിനെ മാനേജ് ചെയ്യുക എന്നതാണ്. ജില്ലയിലെ പബ്ലിക് ലൈബ്രറീസിൻ്റെ പ്രവർത്തനങ്ങൾ കോർഡിനേറ്റ് ചെയ്യുകയും അവയുടെ വികസനത്തിന് നേതൃത്വം നൽകുകയും ചെയ്യുന്നത് ഡിസ്ട്രിക്ട് ലൈബ്രറി കൗൺസിലാണ്. കൗൺസിൽ ഇൻക്ലൂഡ്സ് താലൂക്ക് ലൈബ്രറി കൗൺസിലുകളുടെ പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും, എലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ്, ഗവൺമെൻറ് നോമിനീസ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ റെപ്രസെൻറ്റേറ്റീവ്സ്, കൗൺസിലിൻ്റെ ഭരണം കൈകാര്യം ചെയ്യുന്നതിനായുള്ള ഒരു ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി. ഇതിൻ്റെ ഫങ്ഷൻസാണ്: എസ്റ്റാബ്ലിഷ് ന്യൂ ലൈബ്രറീസ്, സൂപ്പർവൈസ് ആൻഡ് കോർഡിനേറ്റ്സ് ഡിസ്ട്രിക്ട് ലൈബ്രറി സർവീസ്, പ്രൊവൈഡ് മൊബൈൽ ലൈബ്രറി സർവീസസ്, കൺസ്ട്രക്ട് ലൈബ്രറി ബിൽഡിംഗ്, സപ്ലൈ ബുക്സ്, ഫർണിച്ചർ ആൻഡ് എക്യുപ്മെൻറ്റ്സ്, അപ്പോയിൻറ്റ് ലൈബ്രറി സ്റ്റാഫ്, organize lectures, seminars and study classes, accept gifts and donations. നെക്സ്റ്റ്, താലൂക്ക് ലൈബ്രറി കൗൺസിൽ. കേരളത്തിലെ ഓരോ താലൂക്കിലും ഒരു താലൂക്ക് ലൈബ്രറി കൗൺസിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ഈ കൗൺസിലിൻ്റെയും മെയിൻ റെസ്പോൺസിബിലിറ്റി താലൂക്ക് തലത്തിൽ പബ്ലിക് ലൈബ്രറി സർവീസസിനെ മാനേജ് ചെയ്യുകയും പ്രൊമോട്ട് ചെയ്യുകയും ആണ്. താലൂക്കിലെ പബ്ലിക് ലൈബ്രറീസിൻ്റെ പ്രവർത്തനങ്ങൾ കോർഡിനേറ്റ് ചെയ്യുകയും അവയുടെ ഡെവലപ്മെൻറ്റിന് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നതാണ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ. കൗൺസിൽ ഇൻക്ലൂഡ്സ് representatives of panchayats, representatives of municipalities, representatives of affiliated libraries, an executive committee to manage its administration. ഇനി അതിൻ്റെ ഫങ്ഷൻസ് വരുന്നത്: സൂപ്പർവൈസ് അഫിലിയേറ്റഡ് ലൈബ്രറീസ്, ഗൈഡ് ദെയർ ഡേ ടു ഡേ മാനേജ്മെൻറ്റ്, എസ്റ്റാബ്ലിഷ് ലൈബ്രറീസ്, പ്രൊവൈഡ് മൊബൈൽ ലൈബ്രറി സർവീസസ്, സപ്ലൈ ബുക്സ് ആൻഡ് എക്യുപ്മെൻറ്റ്, ഓർഗനൈസ് ലെക്ചേഴ്സ് ആൻഡ് സെമിനാർസ്, അപ്പോയിൻറ്റ് സ്റ്റാഫ്, ആക്സെപ്റ്റ് ഡൊണേഷൻസ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് കേരള ലൈബ്രറി അസോസിയേഷൻ, കേരളയാണ്. കേരള ലൈബ്രറി അസോസിയേഷൻ എന്നത് കേരളത്തിലെ പ്രൊഫഷണലി ക്വാളിഫൈഡ് ലൈബ്രറിയൻസിൻ്റെ പ്രൊഫഷണൽ അസോസിയേഷനാണ്. ഈ അസോസിയേഷൻ്റെ പ്രധാന ലക്ഷ്യം ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസിൻ്റെ ഡെവലപ്മെൻറ്റ്, പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ, റിസർച്ച് കൂടാതെ ലൈബ്രറി സർവീസസ് ഇംപ്രൂവ് ചെയ്യുക എന്നതാണ്. കേരള ലൈബ്രറി അസോസിയേഷൻ എസ്റ്റാബ്ലിഷ്ഡ് ആയത് 13 നവംബർ 1972 തുടർന്ന് 1972 ഡിസംബർ 8 ഇത് ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ടു. കേരളത്തിലെ പ്രൊഫഷണലി ക്വാളിഫൈഡ് ലൈബ്രറിയൻസിൻ്റെ ആദ്യത്തെ പ്രൊഫഷണൽ അസോസിയേഷനാണ് കേരള ലൈബ്രറി അസോസിയേഷൻ.
1961 മുൻപ് കേരളത്തിൽ പ്രൊഫഷണലി ക്വാളിഫൈഡ് ലൈബ്രറിയൻസ് വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ലൈബ്രറിയന്മാർക്ക് മാത്രമായി പ്രവർത്തിക്കുന്ന ഒരു പ്രൊഫഷണൽ അസോസിയേഷൻ കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. 1961 യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ലൈബ്രറി സയൻസ് ആരംഭിച്ചു. ഇതോടെ ലൈബ്രറി സയൻസ് പഠിക്കുന്നവരുടെ എണ്ണവും പ്രൊഫഷണലി ക്വാളിഫൈഡ് ലൈബ്രറിയൻസിൻ്റെ എണ്ണവും വർദ്ധിച്ചു. അങ്ങനെ ക്വാളിഫൈഡ് ലൈബ്രറിയന്മാരുടെ എണ്ണം കൂടിയതോടെ അവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും തൊഴിൽ മേഖലയുടെ ഡെവലപ്മെൻറ്റിനും ട്രെയിനിങ്ങിനും ഗവേഷണത്തിനുമായി ഒരു പ്രൊഫഷണൽ ഓർഗനൈസേഷൻ അനിവാര്യമായി. ആ ആവശ്യത്തിൻ്റെ റിസൾട്ടായിട്ടാണ് 1972 കേരള ലൈബ്രറി അസോസിയേഷൻ രൂപീകരിക്കപ്പെട്ടത്. കേരള ലൈബ്രറി അസോസിയേഷൻ്റെ ഒബ്ജക്റ്റീവ്സ്: പ്രൊമോട്ട് ലൈബ്രറി ഡെവലപ്മെൻറ്റ്, അഡ്വാൻസ് ലൈബ്രറി പ്രൊഫഷൻ, അതായത് ലൈബ്രറിയന്മാരുടെ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ് ഉയർത്തുക, ലൈബ്രറി അഡ്മിനിസ്ട്രേഷൻ മെച്ചപ്പെടുത്തുക, കൂടാതെ ലൈബ്രറിയൻസിൻ്റെ പ്രൊഫഷണൽ സ്റ്റാറ്റസ് ഉയർത്തുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. സപ്പോർട്ട് ലൈബ്രറി എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, പ്രൊമോട്ട് ലൈബ്രറി ലെജിസ്ലേഷൻ, എസ്റ്റാബ്ലിഷ് ഇൻഫർമേഷൻ സെൻറ്റേഴ്സ്, പബ്ലിഷ് പ്രൊഫഷണൽ ലിറ്ററേച്ചർ, ഫോസ്റ്റർ കോഓപ്പറേഷൻ, അതായത് സംസ്ഥാന, ദേശീയ, ഇൻ്റർനാഷണൽ തലങ്ങളിൽ സമാനമായ ഓർഗനൈസേഷനുമായി സഹകരണം പ്രൊമോട്ട് ചെയ്യുക, അച്ചീവ് ഓർഗനൈസേഷണൽ ഗോൾസ്. ഇനി KLAയുടെ മെമ്പർഷിപ്പ് കാറ്റഗറീസ് ആണ്. KLAയിൽ അംഗമാകാൻ എന്തൊക്കെ മെമ്പർഷിപ്പ് കാറ്റഗറീസ് ഉണ്ടെന്ന് നോക്കാം. മെയിൻലി 4 തരത്തിലുള്ള മെമ്പർഷിപ്സ് ആണ് ഉള്ളത്: ഓർഡിനറി മെമ്പർഷിപ്പ്, അസോസിയേറ്റ് മെമ്പർഷിപ്പ്, ലൈഫ് മെമ്പർഷിപ്പ്, ഓണററി മെമ്പർഷിപ്പ്. ഓർഡിനറി മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് ഫോർ ക്വാളിഫൈഡ് ലൈബ്രറിയൻസ് വിത്ത് റിക്വയർഡ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് ക്വാളിഫിക്കേഷൻ. അസോസിയേറ്റ് മെമ്പർഷിപ്പ് ഫോർ സ്റ്റുഡൻസ് സ്റ്റഡിയിങ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ്. ലൈഫ് മെമ്പർഷിപ്പ് ഫോർ ക്വാളിഫൈഡ് ലൈബ്രറിയൻസ് who become permanent members by paying a one-time fee. Honorary membership given to distinguished persons for their valuable contribution to the libraries and the library profession. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നത്. ഇതിന് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും പോയിൻറ്റ്സ് ടു റിമെമ്പറും ഇതിൻ്റെ ഒപ്പം തന്നെ കൊടുത്തിട്ടുണ്ട്. അതും കൂടെ വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ വീഡിയോ ഹെൽപ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ കറക്ഷൻസോ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അതും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.